യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ വന്നു. നോക്കുമ്പോൾ നമ്മുടെ മുണ്ടാടനച്ഛൻ കയ്യാലപ്പുറത്തിരിക്കുന്ന വിമത അച്ഛന്മാർക്ക് വേണ്ടി ട്യൂഷൻ എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നല്ല ക്ലാസ് ആയിരുന്നു. കേൾക്കണം കേട്ടോ, കേൾക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കറിയാം വളരെ തുറവിയുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പോൾ നരികുളച്ചൻ, മോൺസിഞ്ഞർ നരികുളച്ചനും പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനടി പിതാവാണ് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ സീറോ മലബാർ വിശ്വാസികൾ ദൈവത്തിന് നന്ദി പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ കരിയിൽ പിതാവും നരികുളം പിതാവും രൂപതയിലെ അജപാലന പ്രതിസന്ധി പറഞ്ഞപ്പോൾ മാർപ്പാപ്പയാണത്ര ഓർമ്മപ്പെടുത്തിയത്. എന്തുകൊണ്ട് നിങ്ങൾ 1538 പ്രയോഗിക്കുന്നില്ല? അച്ഛൻ തുടർന്നോളൂ, ചിരിക്കാൻ വകയുള്ളത് കൊണ്ട് മാത്രം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അജപാലകനാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അജപാലകനാണെങ്കിൽ അവിടെ മാർപ്പാപ്പയ്ക്ക് എന്തോ ഒരു സംശയം പോലെ. ഈ സംശയം ഞങ്ങൾക്കും ഇല്ലാതില്ല. ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. ഏതെങ്കിലും രൂപതയിൽ അങ്ങനെ ഒരു അജപാലന പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, മാർപ്പാപ്പയോട് പോലും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ ആ പോക്കിന്റെ പിന്നിലെ ദുരുദ്ദേശം നോട്ട് ദ പോയിന്റ്. എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ നേരെ മാർപ്പാപ്പയുടെ നെഞ്ചത്തേക്ക് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കാണും. ഓ, സൂത്രക്കാരൻ തന്നെ. കരിയിൽ പിതാവിനെ കൊണ്ട് അദ്ദേഹം ഇറക്കിയ സർക്കുലർ തിരുത്തി ഈ കാനൻ ലോ പ്രകാരം ഇപ്രകാരം ചെയ്യാൻ പാടില്ല, ഒരു അതിരൂപതയ്ക്ക് മുഴുവനും ഒഴിവ് കൊടുക്കാൻ പറ്റില്ല, അത് ഓരോ ഇൻഡിവിജ്വൽ കേസിനും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സിനഡ് കുർബാന ആരെങ്കിലും ഇവിടെ അർപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്നും അദ്ദേഹത്തെ തടയാൻ പറ്റില്ല എന്നൊക്കെ പുതിയ ചില വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് അത് പ്രകാരം ഒരു സർക്കുലർ എഴുതണം എന്ന് അദ്ദേഹത്തെ കൊണ്ട് നമുക്കറിയാം. എല്ലാ പിതാക്കന്മാരും കൂടി ഒരാളെ അങ്ങനെ നിർബന്ധിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ സമ്മതിച്ചു. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ നമ്മൾ വിഷം കഴിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതല്ല വിഷയം. ഒന്നുകിൽ അപ്പോൾ കരിയിൽ പിതാവിന് അത് ശരിയാണെന്ന് തോന്നിക്കാണും, അതുകൊണ്ട് തന്നെ സർക്കുലർ പിൻവലിക്കാമെന്ന് സമ്മതിച്ചും കാണും. പിന്നെ രണ്ടാമതൊരു സാധ്യതയുള്ളത് ഒരു വക്രബുദ്ധി പ്രയോഗം. എന്താണ്? കരിയിൽ പ്ലസ് വിമതർ കൂട്ടുകെട്ടിന്റെ തലയിൽ ഉദിച്ചത്. സിനഡിൽ നിന്ന് സമ്മതം മൂളി തലയൊരുക, പുറത്ത് ഞങ്ങൾ നിരാഹാരം തുടങ്ങിക്കോളാം. പിന്നീട് മനുഷ്യജീവന്റെ വില പറഞ്ഞ് സിനഡിനെ വഞ്ചിക്കാമല്ലോ. ഓ, മറന്നു. മൂന്നാമതൊരു സാധ്യത കൂടെ ഉണ്ട് കേട്ടോ. അതെന്താണെന്നല്ലേ? വിമതരുടെ ഭീഷണിക്കും ഗുണ്ടായുസത്തിനും വഴങ്ങിയതുമാവാം. എല്ലാവർക്കും അവരവരുടെ ജീവനിൽ കൊതിയുണ്ടാവുമല്ലോ. അല്ല പിന്നെ, ഇതൊന്നും മനസ്സിലാക്കാൻ ഡോക്ടറേറ്റ് ഒന്നും വേണ്ട കേട്ടോ. ഒരു സാധാരണ വിശ്വാസിയുടെ അല്പജ്ഞാനം തന്നെ ധാരാളം. കരിയിൽ പിതാവ് വന്ന് കയറിയത് നമ്മുടെ തോമസും പ്രകാശും മുള്ളഞ്ചിറച്ചനും ബാബു കളത്തിലച്ഛനും നിരാകാരം കിടക്കുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ്. അപ്പോൾ ആ പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം, നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ആടുകളുടെ മണമറിയുന്ന ഇടയൻ, ആളുകളുടെ പ്രശ്നമറിയുന്ന ഇടയൻ എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ ഒരു സർക്കുലർ തിരുത്തി കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനം വളരെ ശക്തമായിട്ട് മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡ് പിതാക്കന്മാരെയും പൗരസ്ത്യ കാര്യാലയത്തെയും അറിയിച്ചു. ആടുകളുടെ മണം അറിയുന്ന ഇടയൻ, അങ്ങനെയാണല്ലേ? അപ്പോൾ നിരാഹാരം കിടന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കരിയിൽ പിതാവിന് ഇനി അങ്ങോട്ട് കുറേയേറെ ആടുകളുടെ മണം അറിയേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ സർക്കുലർ മാറ്റി പാവം അതിൻ്റെ ഒരു ഗതികേടെ. താമരശ്ശേരിയിലും മാനന്തവാടിയിലും പാലക്കാടുമൊക്കെ അച്ഛന്മാർ ഈ കുർബാന ചൊല്ലുന്നുണ്ട്. അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ചോ അവരുടെ സന്തോഷമോ സംതൃപ്തിയോ ആ കുർബാനയിലില്ല. അവരുടെ സന്തോഷമോ സംതൃപ്തിയോ ആ കുർബാനയിൽ ഇല്ല. അവരൊന്നും അങ്ങനെ പറഞ്ഞതായി അറിവില്ലല്ലോ. എന്തായാലും അനുസരണയോടെ എളിമപ്പെട്ട് അർപ്പിക്കുന്ന കുർബാനയല്ലേ, എന്തെങ്കിലും ഗുണം കിട്ടാതിരിക്കില്ല. അച്ഛനൊരു നുണ പറഞ്ഞ് ദൈവകോപം വാങ്ങി വയ്ക്കല്ലേ. വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്? അത് അവർ പറയട്ടെ. സഭ എന്ന് പറയുന്നത് പിതാക്കന്മാരാണോ? പിന്നെയും നുണ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നേ. അത് ബോഷ്കാണെന്ന് ഞങ്ങൾക്കും അറിയാൻ പാടില്ലേ. തിയോളജി പഠിച്ചില്ല എന്നുള്ള കുറവേ ഉള്ളൂ. ഞങ്ങളുടെ വിശ്വാസത്തിന് യാതൊരു മങ്ങലും ഏറ്റിട്ടില്ല. ശ്രേണിബദ്ധം എന്നിട്ടാ നമ്മൾ പറയണേ. ഇല്ല, ഞങ്ങളൊന്നും പറയുന്നില്ല.
മനസ്സിലാവാത്തത് അല്ലെങ്കിൽ അസത്യമായിട്ടുള്ളത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്ക് ആണ് വിട്ടേക്കുന്നേ നമ്മുടെ അച്ഛനല്ലേ. പീപ്പിൾ ഓഫ് ഗോഡ് എന്താണ് ദൈവജനം? മാർപ്പാപ്പ ദൈവജനത്തിന്റെ ഭാഗമാണ്, കർദിനാൾ ദൈവജനത്തിന്റെ ഭാഗമാണ്, പിതാക്കന്മാർ ദൈവജനത്തിന്റെ ഭാഗമാണ്, സന്യസ്തർ ദൈവജനത്തിന്റെ ഭാഗമാണ്, അൽമായർ ദൈവജനത്തിന്റെ ഭാഗമാണ്. അവിടെ തരംതിരിവില്ല. പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനമാണ് സഭ. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ അച്ഛനെ പോലും വിമർശിക്കുന്നത്. ഈ അധികാരം തന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. മുണ്ടാടനച്ചന് മെത്രാൻ പട്ടം നൽകിയതല്ലേ? അതെ. അച്ഛന് പിതാക്കന്മാരനുസരിക്കാൻ പാടില്ലേ? എന്ത് പൊട്ടത്തരായി പറയണേ. മുണ്ടാടനച്ച അച്ഛന് മെത്രാൻ പട്ടം നൽകിയതല്ലേ? ഒരു നല്ല ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്താ വിശ്വാസികളുടെ അനുസരണം പൊട്ടത്തരമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഇതൊക്കെ അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ഡോക്ടറേറ്റ് എങ്കിലും വേണം. നിങ്ങൾ എന്താണ് അനുസരണം എന്ന് പറയുന്നത്? രണ്ടാം വത്തിക്കാൻ കൗൺസിലും സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥവും പറയുക, ഒരു പുരോഹിതാർത്ഥിയുടെ തലയിൽ മെത്രാൻ കൈവച്ച് അദ്ദേഹത്തിന് പുരോഹിതനാക്കുമ്പോൾ അദ്ദേഹം, ഈ പിതാവ്, ഈ വൈദികനെ സ്വന്തം മകനെ പോലെ, സഹോദരനെ പോലെ, സുഹൃത്തിനെ പോലെ, സഹപ്രവർത്തകനെ പോലെ പരിഗണിക്കുമ്പോൾ അതിന് പകരം നൽകുന്നതാണ് അനുസരണം. എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കപ്പെടുമ്പോൾ തിരിച്ചു നൽകാനുള്ളതാണ് അനുസരണം. എൻ്റെ രണ്ടാം വത്തിക്കാൻ കൗൺസിലെ, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നിന്റെ പേരിൽ ഇറക്കിയിരിക്കുന്ന ഈ കോലാഹലങ്ങൾ. വിശ്വാസ സമൂഹമേ, നിങ്ങളുടെ അറിവിലേക്ക് ഈ അനുസരണം വെറുതെ ഒന്നും അങ്ങോട്ട് കാണിക്കല്ലേ കേട്ടോ. പറഞ്ഞേക്കാം, അതിനൊക്കെ സമയമുണ്ട്. പരിഗണന വരുന്നുണ്ടോ എന്ന് നോക്കുക, അതിനുശേഷം മാത്രം മതി. മറക്കല്ലേ. എൻ്റെ അപ്പൻ എനിക്ക് മുതിർന്ന് ഞാൻ കുറച്ച് വിഷം തന്നുകൊണ്ട്, എടാ ഞാൻ അപ്പനാണ്, വിഷം കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കും നമ്മൾ? ഇത് എന്ത് പരിപാടിയാണ്? അത് നമുക്കൊരു ലോജിക്കില്ലേ? അപ്പൻ വിഷം തന്നാൽ കുടിക്കുമോ? അപ്പനായാൽ പോലും വിഷം തന്നാൽ കുടിക്കരുത്. അപ്പം പിന്നെ പൊന്ന് കരിയിൽ പിതാവേ, വിമത മക്കൾ തന്ന വിഷം കുടിച്ച് വിശ്വാസവഞ്ചന ചെയ്യാമോ? ഒരു ലോജിക്കൊക്കെ നോക്കണ്ടേ? അൽമായർ ഇന്നും കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടില്ല. ആര് പറഞ്ഞു നിങ്ങൾ അടിമകളാണെന്ന്? ഇന്നും അൽമായർ അടിമകളാണ്. പിതാക്കന്മാർ എന്തു പറയുന്നു, അച്ഛന്മാർ എന്തു പറയുന്നു, അനുസരിക്കുക. പ്രിയമുള്ളവർ, അനുസരിക്കണ്ട. ആര് പറഞ്ഞു നിങ്ങൾ അടിമകളാണെന്ന്? ഞങ്ങൾ അടിമകളാണെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഞങ്ങൾ അതൊട്ട് സമ്മതിക്കത്തുമില്ല. പോരെ? ക്രിസ്തു അങ്ങനെ അനുസരിച്ച ആളാണോ? അല്ല. അനുസരണക്കേടാണ് കാണിച്ചത്. സാപത്ത് ലംഘിച്ചു. അനുസരണക്കേടാണ്. ക്രിസ്തു അനുസരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ക്രിസ്തു സാപത്ത് ലംഘിച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സാപത്തിൽ നന്മയല്ലേ ചെയ്തത്? തിയോളജി പഠിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അവസാനം വിശ്വാസികളെ അനുസരണക്കേട് പഠിപ്പിക്കലും പാവം ക്രിസ്തുവിൻ്റെ പേരിൽ. യേശുവേ, ഞങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ? വാട്സാപ്പിലൊക്കെ എന്നെ മുണ്ട എന്നൊക്കെ വിളിക്കുമ്പോൾ, ഓ കൊച്ചു കള്ള, അത് മാത്രമൊന്നുമല്ല, ഞങ്ങൾ വേറെ പലതുമൊക്കെ കേൾക്കുന്നുണ്ട്. ബി ഹോളി ആൻഡ് ബി ഹ്യൂമൻ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. സഭ ബി ഹോളി, ബി ഹ്യൂമൻ. നല്ലത് പറഞ്ഞാൽ സമ്മതിക്കണമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും. വേറൊരു കാര്യം, ഇക്കാര്യത്തിന് വേണ്ടി മാത്രം കേട്ടോ, പീപ്പിൾ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സിറ്റി പാരിഷസിൽ നമ്മൾ അങ്ങനെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിച്ച്, കടയാമറ്റൻ സാറും അതുപോലെ തന്നെ വാഴക്കാലിൽ നിന്നുള്ള ബിജോയ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബിജോയ് മത്തായി ആണ് അതിൻ്റെ സെക്രട്ടറി. അപ്പോൾ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജന കൂട്ടായ്മ. ഓരോ ഇടവകയിലും ഈ ദൈവജന കൂട്ടായ്മ ഉണ്ടാകണം. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജനാഭിമുഖ കുർബാന എറണാകുളം അതിരൂപതയുടെ പൈതൃകമാണ്. ഈ ജനാഭിമുഖ കുർബാന നമ്മുടെ സംസ്കാരമാണ്. ദൈവജന കൂട്ടായ്മ ഒന്നിച്ച് നിൽക്കണം കേട്ടോ. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. ഓൺലി ഫോർ ജനാഭിമുഖ കുർബാന. പിന്നെ 52 വർഷത്തെ പൈതൃകം കാത്തു സംരക്ഷിക്കുവാനും. അതുകൊണ്ട് അതിനു മുൻപുള്ള 1500 വർഷത്തെ പൈതൃകം റദ്ദു ചെയ്തതായി ഇതിനാൽ അറിയിക്കുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തു എന്താ പറഞ്ഞത്? എവിടെ നോക്കണം ദൈവത്തെ കാണാൻ? മനുഷ്യരെ നോക്കണം. പുതിയ നിയമത്തിൽ ക്രിസ്തു എന്നാ പറഞ്ഞത്? എവിടെ നോക്കണമെന്നാ? മനുഷ്യന്റെ മുഖത്ത് ദൈവത്തെ കാണേണ്ടത് ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന സമയത്താണോ? അങ്ങനെയല്ലല്ലോ യേശു പറഞ്ഞത്. ഞാൻ വിശക്കുന്നവനായി വന്നു,
ഞാൻ ദാഹിക്കുന്നവനായി വന്നു, കാരാഗൃഹവാസിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, അപ്പോഴൊക്കെ നീ എന്നെ കാണേണ്ടതായിരുന്നു എന്നല്ലേ? പിന്നെ ഇതേ ദൈവത്തെ മേലധികാരികളുടെ മുഖത്ത് കാണരുതെന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു ആവോ? അവരും മനുഷ്യരാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ചെമ്പനും ചാക്കോയുടെ ഒരു കവിതയുണ്ടായിരുന്നു, ഞാൻ അതിന് ആസ്വാദനം എഴുതിയത്. അന്ന് മുതൽ ഞാനും ചെമ്പനും ചാക്കോയും വലിയ സുഹൃത്തുക്കളായി. അദ്ദേഹം ഏത് മലയാളം വാരികയിലാണ് ഒരു കവിത എഴുതിയത് ഞാൻ ഓർക്കുന്നു. പരിശുദ്ധൻ, ദൈവമേ ഞാൻ പരിശുദ്ധനാണ്. എന്താ കാരണം എന്ന് പറയുക, അദ്ദേഹം ഓർത്തഡോക്സ് സഭാംഗമാണ്. ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ ചെന്നാൽ നിങ്ങൾക്കറിയാം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയൂല. ചെമ്മനം ചാക്കോയുടെ ഒരു കവിതയുണ്ടല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ. ഇതിൽ മനസ്സിലാക്കാൻ ഒന്നുമില്ലെന്നേ. പുള്ളിയാണ് ആ കവിതയ്ക്ക് ആസ്വാദനം എഴുതിയത് എന്ന് ഒന്ന് വിളിച്ചു പറയുക. ഉദ്ദേശം അത്രയേ ഉള്ളൂ. ഓർത്തഡോക്സുകാരെ കർത്താവ് ഈശോ മിശിഹ എന്താണ് പഠിപ്പിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ചത് ചുങ്കക്കാരനെ പോലെ ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് എളിമയോടെ പ്രാർത്ഥിക്കാനാണ്. അല്ലാതെ നീ പരിശുദ്ധനാണെങ്കിൽ ഞാനും പരിശുദ്ധനാണ് എന്ന് ദൈവത്തെ വെല്ലുവിളിക്കാനല്ല. തിയോളജി പഠിക്കാത്തത് കൊണ്ട് അത് പഠിച്ചവരെ കേൾക്കാമെന്ന് വെച്ചാൽ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. കാരണം പുള്ളിക്കാരൻ പറയുന്നതിലൊന്നും ഒരു ലോജിക്കുമില്ലെന്നേ. അതുകൊണ്ട് ചേച്ചിമാരൊക്കെ പറയും, അച്ഛാ ആ കുർബാന ഉയർത്തി അത് വിഭജിക്കുമ്പോൾ കണ്ണുനീര് വരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ കണ്ണുനീര് വരുത്തും? നമ്മളിത് കാണുന്നില്ല. ചേച്ചിമാർ എന്നോട് ചോദിച്ചു, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയേ? ഏതോ ചേച്ചിമാർ കണ്ണുനീർ സംഭരിച്ച് അത് ഒഴുക്കിവിടാൻ പരിശുദ്ധ കുർബാന വിഭജിക്കുന്നത് നോക്കി കാത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് അത്ര ജനാഭിമുഖ കുർബാന. അങ്ങോട്ട് തിരിഞ്ഞാൽ വിഭജിക്കുന്നത് കാണില്ല. അപ്പൊ പിന്നെ ഈ സ്റ്റോക്ക് ചെയ്ത കണ്ണീർ അവിടെ ഇരുന്ന് ചീഞ്ഞ് നാറി അവിടെ ഇരുന്ന് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കില്ലേ? അതുകൊണ്ട് തീർച്ചയായും ജനാഭിമുഖ കുർബാന തന്നെ വേണം. ഇനി ഞങ്ങളുടെ കാര്യം, സാധാരണ വിശ്വാസികളായ ഞങ്ങൾക്ക് ദൈവവുമായുള്ള സംഭാഷണമാണ് ഓരോ പ്രാർത്ഥനയും. അവിടെ ഞങ്ങൾക്ക് സങ്കടം പറഞ്ഞ് കരയാം. ആ ചേച്ചിമാരോട് ഈ സൂത്രമൊന്ന് പറഞ്ഞു കൊടുത്ത് നോക്കച്ചോ, അവർക്ക് അറിയാഞ്ഞിട്ടല്ലേ. നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. വ്യത്യസ്തമായ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകാം, പക്ഷേ ആ ഗ്രൂപ്പുകൾ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, നമ്മുടെ കാര്യം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. എന്തു വന്നാലും ഞങ്ങൾ ഉറച്ച നിലപാടിൽ നിൽക്കണം. അച്ചോ, അച്ഛൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി അച്ഛൻ്റെ കൂടെയുള്ള ആ പാവം വിശ്വാസികളെ കരുവാക്കല്ലേ അച്ചോ. സഭയെയും സഭാധികാരികളെയും ധിക്കരിക്കാൻ ആ പാവങ്ങൾക്ക് കൊടുക്കുന്ന ട്യൂഷൻ ക്ലാസ് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? എങ്ങനെ നിർത്തുമല്ലേ? കൊടുത്താലല്ലേ അവർക്ക് വിളമ്പാൻ അറിയൂ. എറണാകുളം അതിരൂപത ഈ സംസ്കാരത്തിൽ നിലനിൽക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സംസ്കാരം. കുട്ടികളെ, എറണാകുളം അങ്കമാലി രൂപതയുടെ സംസ്കാരം എന്തിലടങ്ങിയിരിക്കുന്നു? പറയൂ കുട്ടികളെ. ഉത്തരം ജനാഭിമുഖ കുർബാനയിൽ. ആരും ഉത്തരം തെറ്റിക്കല്ല കേട്ടോ. നമ്മുടെ ഈ പോരാട്ടം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അഭിവന്ധ്യ കർദിനാൾ പിതാവ് റോമിൽ പോയിരിക്കുകയാണ്, നമുക്കറിയാം. അദ്ദേഹം മാർപ്പാപ്പയെ കാണും, ഉറപ്പാ. അദ്ദേഹം മാർപ്പാപ്പയെ കാണും. പക്ഷേ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കാം, എനിക്കറിയില്ല. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു, മാർപ്പാപ്പയും തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ടാണ് മാർപ്പാപ്പയുടെ കത്തിനെ കൊണ്ട് നമ്മുടെ കൽപ്പനയായി. നമ്മുടെ ഈ പോരാട്ടം ആരംഭിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞത് നന്നായി. ഒന്ന് കരുതിയിരിക്കാമല്ലോ. തെരുവ് സമരം, തെരുവ് ജാഥ, കട്ടിൽ സമരം, പന്തംകുളത്തി ജാഥ, തെറിയ അഭിഷേകം എല്ലാം കഴിഞ്ഞു. ഇത് തുടക്കമാണത്രേ, സാമ്പിൾ വെടിക്കെട്ട്. അപ്പോൾ ഇനി പ്രതീക്ഷിക്കേണ്ടത് ബോംബേറ്, കത്തിക്കുത്ത്, കുതികാൽ വെട്ട്. എൻ്റെ ദൈവമേ, വിശ്വാസികളെ ജാഗ്രതയും.